എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് 12 രാശികളിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ്. അപ്പം സൂര്യൻ മേടം രാശിയിൽ നിന്നാൽ, സൂര്യൻ പരമോച്ചനാണെങ്കിൽ രാജയോഗങ്ങളെല്ലാം ഉണ്ടാകും. ഏത് കാര്യത്തിനും സാമർഥ്യമുള്ളവനായിരിക്കും, ലോകപ്രസിദ്ധനായിരിക്കും, ഉപജീവനത്തിലുള്ള സ്വത്തുവകകളുള്ളവനായിരിക്കും, ആയുധവിദ്യകളിൽ നൈപുണ്യമുണ്ടാവുക, ശാസ്ത്രബുദ്ധി ഉണ്ടാവുക, അധികാരമുള്ള പദവികളിൽ എത്തിച്ചേരുക. അതുകൂടാതെ ഇങ്ങനെയുള്ള ആൾക്കാർ സ്വമേധ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, വലിയ സഞ്ചാരി ആവുകയും ചെയ്യും. സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നാൽ കച്ചവടക്കാരനാവുക, തുണിത്തരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ വിറ്റ് ധനമുണ്ടാക്കുക. അയാൾ സ്ത്രീകളോട് വിരോധം കാണിക്കുന്നവനുമാവും. എല്ലാ പ്രവൃത്തികൾക്കും അയാൾക്ക് വിരുദ്ധതയുണ്ടായിരിക്കും. സംഗീതത്തിലും വാദ്യകലകളിലും അയാൾ അതിസമർത്ഥനായിരിക്കും. സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവനായിരിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട്. സൂര്യൻ മിഥുനൻ രാശിയിൽ നിന്നാൽ അങ്ങനെയുള്ള ആൾക്കാർ ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, വ്യാകരണം, ഗണിതം, സാഹിത്യം തുടങ്ങിയവയിൽ നൈപുണ്യം പ്രകടിപ്പിക്കും. ഉയർന്ന ധനസ്ഥിതി ഉണ്ടാവും. വിനയം, നീതിബോധം, അത്ഭുതകരമായ വാഗ്വൈഭവം, കപടശീലം എന്നിവയുള്ളവനാവും. ബൗദ്ധികമായ കർമ്മങ്ങളിൽ മുഴുകി ജീവിതം നേടുന്നവനാണെന്ന് സാരം. സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്നാൽ ജാതകൻ ഗുണദോഷ ബുദ്ധിമുട്ട് കൂടാതെ ഏത് കാര്യവും ചെയ്യാൻ ചാടി പുറപ്പെടുന്നവനായിരിക്കും. സജ്ജനങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവനാകും. കൊല, ദ്രോഹം, ഉപദ്രവം മുതലായവ നടത്തുന്നവനാവും. ഇന്നത്തെ ഭാഷയിൽ കൊട്ടേഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. രോഗാദി കാരണങ്ങളാൽ വ്യസനം അനുഭവിക്കുന്നവനാകും. ധനവാനാകുമെന്നും ദരിദ്രനാകുമെന്നും വ്യത്യസ്ത പക്ഷങ്ങളുമുണ്ട്. സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ, സൂര്യൻ്റെ സ്വന്തം രാശിയും മൂലത്രികോണ രാശിയുമായതിനാൽ ആത്മബലം, പ്രതാപം, സ്ഥിരബുദ്ധി, ധൈര്യം എന്നീ ഗുണങ്ങളൊക്കെ ജന്മായത്തമായി തന്നെ ജാതകനുണ്ടാകും. കൂടാതെ ഉത്സാഹശീലം, പർവ്വതങ്ങളിലും വനപ്രദേശങ്ങളിലും വസിക്കാനുള്ള താല്പര്യം, ആടുമാടുകളെ വളർത്താനുള്ള ഇഷ്ടം എന്നിവയും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലുമുള്ള പരിജ്ഞാനം എടുത്തു പറയേണ്ട മറ്റൊരു ഗുണമാണ്. ഇതാണ് നമ്മൾ സൂര്യൻ ചിങ്ങം രാശിയിൽ വരെ നിന്നാലുള്ള ഫലങ്ങൾ.